താരിഖ് അഹമ്മദ് ഖാലിദാസിയുടെ മകൻ 17 വർഷത്തെ വനവാസത്തിന് ശേഷം തിരിച്ച് ബംഗ്ലാദേശിൽ വരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നു. 2 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യമുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ഈ പറയുന്ന ഇന്ത്യയുടെ ഡിപ്ലോമസിയും ബംഗ്ലാദേശിൻ്റെ ഡിപ്ലോമസിയും പഴയ രൂപത്തിൽ ആകുമോ ഇല്ല. ഇതാണ് പ്രധാനപ്പെട്ട കാരണം ഈ റീജിയണിലെ ജിയോ പൊളിറ്റിക്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായിരിക്കും ഈ പറയുന്ന ഡിപ്ലോമസി പഴയ രൂപത്തിലായില്ല എങ്കിൽ അത് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യക്കകത്തും ഇന്ത്യൻ റീജിയൻ്റെ നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ റീജിയൻ്റെ അകത്തും അത് വലിയ ഇഷ്യൂ ആണ് ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ചില പോയിന്റ് ഉണ്ട്. ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ വരാൻ പോകുന്ന പ്രൈം മിനിസ്റ്റർ താരിഖ് അഹമ്മദ്, അദ്ദേഹത്തിനെതിരെ പല കേസുകളുണ്ടായി, അഴിമതി ആരോപണമുണ്ടായി, മറ്റു സംഭവങ്ങളുണ്ടായി. അവസാനം അമേരിക്കൻ പ്രഷറും UK പ്രഷറും മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അയാൾ അവിടുന്ന് അങ്ങ് പോവുകയാണ്. ബംഗ്ലാദേശി സർക്കാരിനോട് പറയുന്നു അയാളെ അവിടുന്ന് വിടുക, മറ്റുള്ള പ്രശ്നങ്ങൾ ഫർദർ കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം, അദ്ദേഹം ഇനി ബംഗ്ലാദേശിന് നിൽക്കേണ്ട ആവശ്യമില്ല, അയാളെ അവിടുന്ന് അങ്ങോട്ട് വിടുക. അവർ പ്രഷറൈസ് ചെയ്തതിൻ്റെ പേരിലാണ് ഷെയ്ഖ് ഹസീന പോലും അയാളെ ബംഗ്ലാദേശിൽ നിന്ന് അവിടുന്ന് പോകാൻ സമ്മതിക്കുന്നത്. ഇതാണ് ആദ്യം പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് രണ്ടാമത്തെ കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഖാലിദാസിയുടെ പാർട്ടിയും BNP, അതായത് ഖാലിദ് മരിച്ചുപോയി, BNP എന്ന് പറയുന്നത് ബേസിക്കലി ആൻറ്റി ഇന്ത്യയാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് എന്ന് പറയുന്നത് ഒരു പ്രോ ഇന്ത്യയാണ്. ഇതാണ് രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്.